എല്ലാവർക്കും നമസ്കാരം. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന ദൃശ്യവിരുന്നിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നാട്ടിൻപുറത്തെ പുതിയ പുതിയ വിശേഷങ്ങളുമായി, നാട്ടിൻപുറത്തെ പുതിയ പുതിയ വ്യക്തികളുമായി, പുതിയ സ്ഥലങ്ങളുമായി എല്ലാമാണ് നാട്ടിൻപുറം നിങ്ങളുടെ വീട്ടിലേക്ക് ഓരോ ദിവസവും എത്തുന്നത്. ഇന്ന് നാട്ടിൻപുറത്തിൽ പരിചയപ്പെടുത്തുന്നത് വർഷ വേണുഗോപാൽ എന്ന് പറഞ്ഞ ഒരു കൊച്ചു കലാകാരിയാണ്. SLC പരീക്ഷയിൽ എല്ലാം A+ മേടിക്കുകയും അതുപോലെ തന്നെ വളരെ കാലങ്ങളായി നൃത്തം അഭ്യസിക്കുകയും ചെയ്യുന്ന ഈ കൊച്ചു കലാകാരിയെ വളരെ സ്നേഹത്തോടുകൂടി, വളരെ ആദരവോടുകൂടി ഈ നാട്ടിൻപുറത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. എന്തൊക്കെയാണ് പഠനം അല്ലാതെ പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? 3 വയസ്സ് മുതൽ ഡാൻസ് അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. 5ാം ക്ലാസ് മുതൽ യൂത്ത് ഫെസ്റ്റിവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ സ്കൂൾ ലെവലും സബ് ഡിസ്ട്രിക്റ്റും ഡിസ്ട്രിക്റ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ പ്രൈസും നേടിയിട്ടുണ്ട്. യൂത്ത് ഫെസ്റ്റിവലിന് അല്ലാതെ അമ്മയാണ് എൻ്റെ ഗുരു. അപ്പോൾ അമ്മയുടെ തന്നെയാണ് അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നത് ഡാൻസ്. അപ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. അമ്മയുടെ കീഴിൽ തന്നെ പ്രോഗ്രാമുകൾ വരുമ്പോൾ ഗുരുവായൂരിലും അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിലും പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ വീട്ടിലൊരു നൃത്ത വിദ്യാലയം പോലെ നടത്തുന്നുണ്ടോ? എന്താണ് അതിൻ്റെ പേര്? നൂപുര എന്നാണ് പേര്. അമ്മയാണ് അതിൻ്റെ മേലധികാരി. എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? ഷൊർണൂരും വാണിയംകുളവും കരിമ്പുഴയും അങ്ങനെ ബ്രാഞ്ചുകൾ ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു 300-400 വിദ്യാർത്ഥികൾ വരും. എല്ലാം കൂടെ പഠിക്കുന്നുണ്ട്. പിന്നെ അവിടെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരളനാടനം പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ പുറത്തുനിന്ന് മ്യൂസിക് പഠിപ്പിക്കാനായിട്ടും ടീച്ചർ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വളരെ എന്നുവെച്ചാൽ തുടക്കം തൊട്ടേ, വളരെ കുട്ടിയിലെ തൊട്ടേ ഇങ്ങനെ ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ നൃത്തത്തിൻ്റെ കാര്യങ്ങൾ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് സിനിമാറ്റിക് ഡാൻസിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ സിനിമാറ്റിക് ഡാൻസ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അതിനോട് വലിയ താല്പര്യമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാവുമല്ലോ. എനിക്ക് വ്യക്തിപരമായിട്ട് സിനിമാറ്റിക് ഡാൻസിനോട് താല്പര്യമില്ല. കാരണം ഇപ്പോൾ നമ്മൾ ക്ലാസിക്കൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനിമാറ്റിക് കളിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇതിലേക്ക് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്യാതിരിക്കുന്നത്. സിനിമാറ്റിക് ഡാൻസിന് അങ്ങനെ പഠനം വേണമെന്നുണ്ടോ? അതോ കുറച്ചൊരു മെയ്വഴക്കവും കുറച്ചൊരു തിണ്ണമെടുക്കുണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും? അങ്ങനെ ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഇത്രയും കാലം. ഇപ്പോൾ ഒരുപാട് കണ്ടംപററി അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളത് സിനിമാറ്റിക്കിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ചിട്ടയായിട്ടുള്ള പരിശീലനം വേണ്ടി വരും. പക്ഷേ ക്ലാസിക്കലിൻ്റെ അത്ര ഒരു വ്യക്തമായിട്ടുള്ളൊരു പഠനം അതിന് ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ബേസിലൊരു കുട്ടിക്ക് എന്തായാലും അത് ചെയ്യാൻ പറ്റും. പക്ഷേ ക്ലാസിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷം നമ്മൾ അതിന് വേണ്ടിയിട്ട് മെനക്കെട്ടാൽ മാത്രമേ അത് ചെയ്യൂ. ക്ലാസിക്കൽ ചെയ്യുന്ന ഒരാൾക്ക് വേണമെങ്കിൽ സിനിമാറ്റിക് ഡാൻസ് ചെയ്യാൻ പറ്റും. സിനിമാറ്റിക് കളിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ കളിക്കാൻ പറ്റിയെന്ന് വരില്ല. ആയിക്കോട്ടെ. പിന്നെ പാട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നില്ല? ശാസ്ത്രീയമായിട്ട് ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് 4 വയസ്സ് മുതൽ തന്നെ ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാട്ട് ഇങ്ങനെ ഒന്ന് പാടിയാലോ, ഒരു 4 വരി? ശാസ്ത്രീയ കാലഹരണ മേലറ ഹരേ കാലഹരണ മേലറ ഹരേ സീതാരാമ 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 കാലഹരണ മേലറ ഹരേ. गणनायकाय गणदैवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि
एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि അപ്പോൾ നമ്മൾ ശാസ്ത്രീയ സംഗീതമൊക്കെ ഇങ്ങനെ പാടുമ്പോൾ തന്നെ സിനിമ പാട്ടൊക്കെ പാടില്ലേ? ഒരു 4 വരി ഒന്ന് പാടാം. പ്രണയസന്ധ്യയൊരു സൂര്യൻ്റെ വിരഹമറിയുന്നു, വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നു. പ്രണയസന്ധ്യയൊരു സൂര്യൻ്റെ വിരഹമറിയുന്നു, വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നു. പുലർനിലാവിൻ്റെ യമുനയിൽ ചന്ദ്രകാന്തമലിയുന്നു, കനവിലായിരം കനകമേഘം കനവറയ്ക്കുന്നു. പ്രണയസന്ധ്യയൊരു സൂര്യൻ്റെ വിരഹമറിയുന്നു, വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നു. നമുക്ക് കവിതയൊക്കെ പാടാറില്ലേ? അപ്പം ഒരു കവിതയും കൂടി പാടിയാലോ? ശ്രീമുരുകൻകാട്ടക്കടയുടെ തിരികെയാത്ര. മതിലുകൾക്കക്കരെ പുഴ കരഞ്ഞിടുന്നു, വരിക ഭഗീരഥ വീണ്ടും, വരിക ഭഗീരഥ വീണ്ടും. വാമനന്മാരായളന്നളന്നവരൻ്റെ തീരങ്ങളിൽ വേലി ചാർത്തി, വേദന പാരതന്ത്യത്തിൻ്റെ വേദന പോരൂ ഭഗീരഥ വീണ്ടും. गणनायकाय गणदैवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि പിന്നെ സ്കൂൾ വിദ്യാഭ്യാസത്തിനെയൊക്കെ പറ്റി എങ്ങനെയാണ്? എവിടെയാണ് പഠിച്ചിരുന്നത്? LKG മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ ഷൊർണൂർ സെന്റ് ത്രേസ്യസിലാണ് പഠിച്ചിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞു. എല്ലാം A+ ഉണ്ട്. നേടി. പിന്നെ ഈ A+ ഒക്കെ നമുക്ക് വേറെ വല്ല നമുക്ക് വല്ല സമ്മാനങ്ങൾ കിട്ടിയതിന്റെ ഗ്രേസ് മാർക്കോ അങ്ങനെയൊക്കെയാണോ? എങ്ങനെയാണ്? ഗ്രേസ് മാർക്കിലല്ല കിട്ടിയത്.
യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടി പോയിരുന്നു, സ്റ്റേറ്റിൽ പങ്കെടുത്തിരുന്നു വെച്ചാൽ പോലും ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗ്രേസ് മാർക്ക് ഇല്ലാതെ ലഭിച്ചതാണ് ഈ പ്രാവശ്യം. അതെന്താണ് ഗ്രേസ് മാർക്ക് ലഭിക്കാൻ? ഗ്രേസ് മാർക്ക് ജില്ലാ യൂത്ത് ഫെസ്റ്റിവലിൽ തന്നെ അവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ജഡ്ജ്മെന്റിൽ. അപ്പോൾ ജില്ലാ യൂത്ത് ഫെസ്റ്റിവലിന് കടക്കാൻ പറ്റിയില്ല. അപ്പോൾ അപ്പീൽ വഴിയാണ് പോയത്. അപ്പോൾ സ്റ്റേറ്റ് പോയപ്പോൾ ഈ ജില്ലയിൽ നിന്ന് വന്ന കുട്ടീനെ ഓവർടേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ പ്രതീക്ഷയൊക്കെ നഷ്ടമായിരുന്നു. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ SSLCക്ക് ഫുൾ A+ നേടിയത്. അപ്പോൾ അതിന് ഇരട്ടി മധുരമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ സാങ്കേതികമായിട്ട് കുറേ നിയമത്തിൻ്റെ നൂലാമാലകളും ബാക്കി കാര്യങ്ങളും വരുമ്പോഴും നമ്മൾ പഠിച്ച് സ്വന്തം നിലയിൽ ഉയർന്ന് A+ നേടി. അപ്പോൾ അതും വളരെ നല്ല ഒരു അഭിനന്ദനാർഹമാണ്. അതുപോലെ തന്നെ നമുക്കിങ്ങനെ സമ്മാനങ്ങൾ, പുരസ്കാരങ്ങൾ, അതൊക്കെ എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? ചക്കുളത്തകാവിൽ നിന്ന് സിന്ദൂര നാട്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. S. ജാനകിയമ്മയാണ് സമ്മാനിച്ചത്. പിന്നെ സുരലയ ഫെസ്റ്റിൽ ഭരതനാട്യത്തിൽ ഫസ്റ്റ് നേടിയിട്ടുണ്ട്, ഫോക്കിലും ഫസ്റ്റ് നേടിയിട്ടുണ്ട്. പിന്നെ അടൂർ ബാസി കൾച്ചറൽ ഫെസ്റ്റ് തിരുവനന്തപുരത്ത് വെച്ചിട്ട് നടന്നതിൽ പ്രൈസ് നേടിയിട്ടുണ്ട്. പിന്നെ ശില്പചിത്രം നടത്തിയ കോമ്പറ്റീഷനിലും പ്രൈസ് നേടിയിട്ടുണ്ട്. പിന്നെ 5ാം ക്ലാസ് മുതൽ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാറുണ്ട്, സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട്. പിന്നെ ഇനി വളർന്നു വരുന്ന അല്ലെങ്കിൽ ഇതേപോലെ നമ്മളിങ്ങനെ നൃത്തം അതുപോലെയൊക്കെ അഭ്യസിക്കുന്നവരുടെ അടുത്ത് സ്വന്തം അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടി മാത്രം ഡാൻസ് പഠിക്കുന്നതും, ഒരു ഐറ്റം പഠിക്കുക, അത് ചിലപ്പോൾ അരമണിക്കൂറിനാവും, ഒരു 10 മിനിറ്റിന് വേണ്ടിയിട്ട് കാച്ചിക്കുറുക്കി ഐറ്റംസ് പഠിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അങ്ങനത്തെ പ്രവണത ഉള്ളവർ നിങ്ങളുടെ സ്കൂളിൽ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരടുത്ത് എനിക്ക് പറയുള്ളൂ. കാരണം യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടി മാത്രം ഡാൻസ് പഠിക്കണത് ഇപ്പോൾ എപ്പോഴും കാണുന്നത് അത് ഒരിക്കലും നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ബേസ് ഇല്ലാതെ ഐറ്റംസ് തന്നെ തുടക്കത്തിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്യണത്. അപ്പോൾ അടവുകളും കാര്യങ്ങളും ഒന്നും അറിയാതെ തുടക്കത്തിൽ തന്നെ ഐറ്റംസ് പഠിച്ച് തുടങ്ങുമ്പോൾ ആ ബേസ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടി മാത്രം അത് പഠിച്ചിട്ട് പിന്നെ ഒരു +2 കഴിഞ്ഞു, ഡിഗ്രി അല്ലെങ്കിൽ കോളേജ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരൊന്നും ഈ രംഗത്ത് കാണാറേ ഇല്ല. ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ എപ്പോഴും ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന കുട്ടികളൊന്നും ഇപ്പോൾ ഒരു വിവരവും ഇല്ല. ഡാൻസിൻ്റെ ഫീൽഡിൽ അവരെ കാണാനേ ഇല്ല. അവർ പിന്നെ പഠിപ്പിൻ്റെ വഴിയിലേക്ക് പോകുമ്പോൾ ഡാൻസ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡാൻസേഴ്സിന് നമുക്ക് നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഈ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടി മാത്രം പഠിക്കാതെ ജീവിതത്തിലുടനീളം ഡാൻസ് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഡാൻസ് ഇങ്ങനത്തെ ഇതിലൊക്കെ ഒന്ന് നമ്മുടെ സാമ്പത്തിക സ്ഥിതി, 2 നമ്മുടെ ഒരു ആകാര ഭംഗി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭംഗി, ഇതിന് എത്രത്തോളം സ്വാധീനമുണ്ട് എന്നാണ് കരുതുന്നത്? പണം ഉണ്ടെങ്കിൽ മറ്റേത് തന്നെ വന്നോളൂ. അത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. പണം ഉണ്ടെങ്കിൽ ഭംഗി തന്നെ വരും. കാരണം മേക്കപ്പും ഡ്രസ്സൊക്കെ അത്രയ്ക്കും പുരോഗമിച്ചിരിക്കണം. അപ്പോൾ ഏതൊരു കുട്ടീനും നമുക്ക് മേക്കപ്പിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ പണമാണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ഒരു ഘടകമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം പണം ഉണ്ടെങ്കിൽ തന്നെ പ്രൈസ് ഉറപ്പിക്കുക, അങ്ങനെ ഒരു ഇതായിട്ട് ഇപ്പോൾ ഇവിടുത്തെ യൂത്ത് ഫെസ്റ്റിവൽ ഒരു ബിസിനസ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പണം തന്നെയാണ്, പണത്തിൽ ഏറ്റവും കൂടുതൽ ആർക്ക് കൊടുക്കാൻ പറ്റണോ അവർക്ക് പ്രൈസ്, അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് യൂത്ത് ഫെസ്റ്റിവൽ. But
गणाध्यक्षाय गणदैवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि. വർഷ വേണുഗോപാൽ എന്ന ഈ കൊച്ചു കലാകാരിയുടെ നാട്ടിൻപുറം ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് നൃത്തത്തിൻ്റെ പുതിയ കാര്യങ്ങളും പഴയ കാര്യങ്ങളും അറിഞ്ഞിരിക്കുകയും അത് കാലങ്ങളായി അഭ്യസിക്കുകയും അതൊരു വ്രതം പോലെ തന്നെ നോക്കി നടത്തുകയും ചെയ്യുക എന്നുള്ളത് തികച്ചും എളുപ്പമായ കാര്യമല്ല. എന്നാലും പഠനങ്ങളിലും സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളിലുമൊന്നും പിന്നിലേക്ക് ഒട്ടും പോകാതെ തന്നെ കലാപരമായ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിൽക്കുന്ന ഇത്തരക്കാരെയൊക്കെ തിരിച്ചറിയാനും ഇത്തരക്കാർക്കൊക്കെ വേണ്ട പ്രോത്സാഹനം കൊടുക്കാനും നമ്മുടെ നാടിനും നമ്മുടെ ഭരണകർത്താക്കൾക്കും എല്ലാം ആകണം. കൂടുതൽ അഭിവൃദ്ധികളുണ്ടാവട്ടെ, കൂടുതൽ ഉയർച്ചകളുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തൽക്കാലം ഈ നാട്ടിൻപുറം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം.